Hey everyone, it's me Mariam. അപ്പൊ ഇന്നിപ്പോ എന്താ ആ ഇന്ന് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ചെറിയൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എങ്ങനെ ദുബായിലെത്തി എന്നുള്ളൊരു സ്റ്റോറി. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റുകളായി വർക്ക് ചെയ്യുന്നവരും എന്താ പറയാ, അത് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഇനി എവിടെയെങ്കിലും പോയി പണിയെടുത്താലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ ദുബായിലെത്തി എന്നും കൂടി പറയാം. അത് കുറച്ച് പേർക്ക് ഇങ്ങനെയുള്ള ഫിസിയോസിനും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് മൊത്തത്തിൽ. ഇടയ്ക്ക് സ്റ്റക്കായി വരും. സ്വാഭാവികമാണത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സമയം തേരാപ്പാര നടക്കാന്ന് പറയും. കഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവിടെ നിന്ന് നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് ചില പ്രത്യേക കാരണങ്ങളാൽ നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്പോർട്സ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എൻ്റെ ആദ്യം സ്പോർട്സ് ടീമിന്റെ കൂടെ ഒരു ജോബ് ഓഫർ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലോട്ടറി അടിച്ചു മോനെ, സെറ്റ് എന്നുള്ളത്. പക്ഷേ സെറ്റായില്ല. ഞാനത് നിർത്തി. എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കുറെ വന്നു. അപ്പൊ എനിക്ക് തോന്നി എന്നാ പിന്നെ ഇവിടെ നിന്നാ ശരിയാവില്ല, വേറെ എവിടേക്കെങ്കിലും പോണം. വീട്ടിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. ഒരു ട്രെൻഡായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ഉണ്ട്. യുകെ, കാനഡ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ വീട്ടുകാരും പറഞ്ഞു തുടങ്ങി. പക്ഷെ എന്റെ കയ്യിൽ എനിക്ക് അങ്ങനെ പോകാനൊരു താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ ആദ്യം ശ്രമിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്തു. വേണ്ട എന്ന് ഞാൻ തന്നെ ഡിസിഷൻ എടുത്തു. കുറച്ചും കൂടി എനിക്ക് തോന്നി എന്നാ പിന്നെ ദുബായ് ആയിരിക്കും കുറച്ച് നല്ലത്. കുറച്ച് പോയിട്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലും ഒക്കെ വരാനായിട്ട് ദുബായ് ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് തോന്നി. പിന്നെ അവിടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ദുബായ് അങ്ങനെ തെരഞ്ഞെടുത്തു. അങ്ങനെ കൊച്ചിന്ന് കുറെ ആലോചിച്ച് എന്താ പറയാ, എല്ലാം പെട്ടി ഒക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തി. ഇതിനു മുമ്പ് വിളിച്ചു പറയുമ്പോൾ വീട്ടിൽ വിളിച്ചു പറയാണ് നിർത്തി, ഞാനിവിടെ ഇനി വരില്ല, കൊച്ചിയിലേക്കില്ല, ഇനി അങ്ങനെ ഒരു ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെ തേരാപ്പാര നടക്കണേക്കാളും ലൈഫിൽ അവൾ എന്തേലും ചെയ്യാൻ തുടങ്ങണ്ട്, ഭാഗ്യം എന്നൊരു ഇതായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ അതിനു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഒന്ന് കാണാൻ വന്നു. ആള് ദുബായിലുള്ളതാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ദുബായിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പും കൂടിയാണ്, ഇല്ല ഛെ, യാത്ര ചെയ്യുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം ദുബായിലേക്ക്. ഞാൻ അങ്ങനെ ഞാൻ എവിടെയും പോയില്ല. കേരളത്തിൽ ഒരു വട്ടം പുറത്തേക്ക്, അതായത് സ്വന്തമായിട്ട് പോയേക്കുന്നത് ബാംഗ്ലൂരാണ് ഒരു എക്സാം എഴുതാൻ. അത് ഇതിന്റെ കൂടെ ഞാൻ പറയുന്നതാണ് ആ സ്റ്റോറിയും കൂടി. പക്ഷേ ഞാൻ എവിടെ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. ആ കൂടി കേരളത്തിലല്ലാണ്ട് വേറെ എവിടെയും, അതും വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ അല്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ വേറെ എവിടെയും പോയിട്ടില്ല കേരളത്തിന് പുറത്തേക്ക്. അപ്പോ എനിക്കൊന്നും അറിയില്ല ദുബായിനെ കുറിച്ച്. അപ്പൊ ഞാൻ, എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ആ ടൈമിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അവൻ വന്നു. അവന്റെ കൂടെ അവന്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്താ പറയാ പോയി ഫുഡൊക്കെ കഴിച്ച്. അപ്പൊ അതിന്റെ കൂടെ ഞാനിങ്ങനെ ഒരു പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കറിയില്ല, എന്താ ചെയ്യണ്ടേ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഞാനങ്ങനെ വീട്ടിലൊക്കെ എത്തി. വീട്ടിലെത്തി ആദ്യം അവര് പോയി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലൊക്കെ എത്തി. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അന്ന് ഒരു 2, 3 മാസം, ഇത്രയും കാലം വേറൊരു സ്ഥലത്തായിരുന്നു, ഇനി ഒരു 2, 3 മാസം വീട്ടുകാരുടെ കൂടെ നിന്ന് ജിമ്മിലൊക്കെ പോയി എന്താ പറയാ കുറച്ച് ഒന്ന് സെൽഫ് ലവും സെൽഫ് കെയറും ഒക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ പിടിപെടുന്നത്. ചെറുതായിട്ടൊന്നുമല്ല, മിനിമം ഒരു 3 ഹോസ്പിറ്റലിലെങ്കിലും കിടന്നു ആ കഴിവ് വെച്ചിട്ട്. ആ ഇൻഫെക്ഷൻ അത്ര നല്ല ഇൻഫെക്ഷൻ ആയിരുന്നു. അതും എൻ്റെ ലിവറിലായിരുന്നു. അപ്പൊ കയ്യിലുണ്ടായിരുന്ന ലാസ്റ്റ് സേവിങ്സും തീർന്നു. ഓക്കെ, കഴിഞ്ഞു. അപ്പോ ദുബായ് ട്രിപ്പ് അതോടുകൂടി ഞാൻ പെട്ടി മടക്കി അയച്ചു, ക്ലോസ് ചെയ്തു. ഇനി ഉണ്ടാവില്ല എന്ന് വെച്ചു. വീണ്ടും ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അന്ന് കണ്ട ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുന്നത്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് വിളിക്കുന്നത്, എങ്ങനെയുണ്ട് നീ, എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എങ്ങനെയുണ്ട്, നീ വരുന്ന കാര്യമൊക്കെ എന്തായി. അപ്പൊ ഞാൻ പലവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യാ, ഇനി എന്താ ചെയ്യാ. അപ്പം ആർക്കും ഒരു ഉത്തരവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരവരുടെ ലൈഫായിട്ട് ബിസിയാണ്. പിന്നെ എനിക്ക് എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നിയ ഒരു ഫേസും കൂടിയായിരുന്നു ആ ടൈം. അപ്പോ
പതിവില്ലാതെ പുള്ളി വിളിക്കുന്നു. പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, "നിനക്കിനി എന്താ ഇനി ചെയ്യാനുള്ളെ? എന്താ പേപ്പർ വർക്ക് ചെയ്യാനുള്ളെ?" എനിക്ക് അപ്പൊ അതൊക്കെ അന്വേഷിക്ക്. നമുക്ക് നോക്കാം ഒരു കൈ എന്നുള്ളത് പുള്ളി പറയാണ് എൻ്റെ അടുത്ത്. എനിക്ക് ഓഹ്! ദൈവത്തിൽ ഒന്നും കൂടി വിശ്വാസമായി. "മുട്ടുവിൻ തുറക്കപ്പെടും" എന്ന് പറയണ പോലെ ഏതോ ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഓക്കെ എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്താ പറയാ, ഞാൻ എൻ്റെ പേപ്പർ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ പേപ്പർ വർക്കിന് വേണ്ടുന്നത് എന്താ പറയാ, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വേണ്ടുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഡാറ്റ ഫ്ലോ ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഒരു അടുത്തൊരു ഏജൻസിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഏജൻസിയിൽ കൊടുത്താണ് ഞാൻ ചെയ്തത്. നമുക്കൊരു 1 മന്തിന്റെ ഉള്ളിൽ ഡാറ്റ ഫ്ലോ ചെയ്ത് ഒരു പേപ്പർ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എക്സാം എഴുതണം. നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ട് എന്താ പറയാ, നമ്മൾ എക്സാമിന് എഴുതണം. DHA ദുബായ് ഹെൽത്ത് ലൈസൻസ് എടുക്കണം. അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അപ്പൊ ഞാൻ ബാംഗ്ലൂരാണ് ആദ്യം ചൂസ് ചെയ്തത്. ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് എന്താ പറയാ, എനിക്ക് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനോ ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഞാൻ ഓക്കെ ദുബായിന്ന് ആദ്യത്തെ എക്സാം ബാംഗ്ലൂർ പോയി. അത് നല്ല രീതിയിൽ പൊട്ടി. അപ്പൊ എക്സാമിന് കഴിഞ്ഞ് എന്താ പറയാ, ആ റിസൾട്ട് വന്നപ്പോ അപ്പൊ പറഞ്ഞു സാരമില്ല. എൻ്റെ ആ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാൻ വരെയാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ ഞാൻ ഒന്നും കൂടി പിന്നെ ദുബായിൽ എത്തിയിട്ടാണ് ട്രൈ ചെയ്തത്. ആ ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു എലിജിബിലിറ്റി ലെറ്ററിന് അപ്ലൈ ചെയ്തു. അതിന്റെ കൂടെ ഞാൻ ദുബായിൽ വന്നപ്പോ എന്താ പറയാ, എനിക്ക് വേണ്ടുന്ന, അതായത് എനിക്ക് സ്റ്റേയും കാര്യങ്ങളും കൂടുതൽ അന്വേഷിക്കേണ്ട വന്നില്ല. പക്ഷെ നമ്മള് അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ അന്വേഷിച്ച് എടുത്ത് വേണം. എൻ്റെ തന്നെ ഒരു നാട്ടുകാരി ആയിരുന്നു. അവരുടെ ഒരു ഫ്രണ്ട് ആ പുള്ളിക്കാരിയുടെ കൂടെയായിരുന്നു. പുള്ളിക്കാരിയുടെ ഫാമിലിയുടെ കൂടെയൊക്കെ ആയിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പുള്ളിക്കാരി ഒറ്റയ്ക്കാണ്, മകനും ഉണ്ട്. അവരുടെ കൂടെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പക്ഷെ ദുബായിലെത്തി പിന്നെ ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞ് ജോലിക്ക് അങ്ങനെ ദുബായ് എത്തുമ്പോ എന്താ പറയാ, ഒട്ടും ഭയങ്കര എന്താ പറയാ, സന്തോഷമുണ്ട്. എയർപോർട്ടിലൊക്കെ ഇരുന്ന് കരയുന്നുമുണ്ട്. ഇനി എന്താ പറയാ, ശ്ശോ, ഇനി പെട്ടെന്നൊന്നും തിരിച്ച് നാട്ടിലേക്ക് ഇല്ലല്ലോ. പക്ഷെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അന്ന് അബുദാബിയിലേക്കാണ് ആദ്യം കയറിയത്. അവിടെ അവരെല്ലാവരും വന്ന്, അവര് 3 പേരും ഉണ്ടായിരുന്നു. അന്ന് കണ്ട അതേ 3 പേരുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാനും എന്നെ ആ ചേച്ചിയുടെ അടുത്ത് കൊണ്ടെത്തിക്കാനും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാം എക്സാം വീണ്ടും ഞാൻ എഴുതുന്നത് ദുബായിലാണ്, ഞാൻ പറഞ്ഞ പോലെ. അപ്പോ എക്സാം ഒക്കെ എഴുതി കിട്ടി. എല്ലാം ഹാപ്പിയായി. പക്ഷെ ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ ഈ ജോലി അന്വേഷിക്കുന്നത് അവിടുത്തെ സമ്മർ ടൈമിലാണ്. അപ്പോ വിചാരിക്കും എന്താ പറയാ, അവര് പറയും ഏം, കിട്ടൂല, ഇവിടെ സമ്മറാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ മെയിൽ അയക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 9:30 ടു ഒരു 10:30, 9 ടു 10:30, അതായത് ആ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വേണം നമ്മൾ മെയിൽ അയക്കാനായിട്ട്. പിന്നെ മെയിൽ അയച്ച് ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ ഒരു 2 വീക്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഈ ഇൻസ്റ്റാ പേജുകളിലെല്ലാം ഓരോ ക്ലിനിക്കുകളുടെ ഗൂഗിളിൽ നിന്ന് എടുക്കുക, നിയർ ബൈ ഏതൊക്കെ ക്ലിനിക്ക് ഉണ്ട് അവരുടെ പേരെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് അവരുടെ ഇൻസ്റ്റാ പേജ് കണ്ടുപിടിക്കുക. ഇൻസ്റ്റാ പേജ് കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് അതിലേക്ക് മെസ്സേജ് അയക്കുക. ഇവിടെ വേക്കൻസി ഉണ്ടോ, അവിടെ വേക്കൻസി ഉണ്ടോ, ഇവിടെ വേക്കൻസി ഉണ്ടോ. അങ്ങനെ കുറേ അയച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പറയും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വാക്കൻസി വരുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ചെയ്യാത്തതാണ്. ഞാൻ എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എടുത്തൊരു എന്താ പറയാ, അങ്ങനെ ചെയ്തു പോയി. അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് അവിടെ ജോബ് കിട്ടിയത്. ജോബ് കിട്ടി. ജോബില് കുറച്ച് കാലം ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് വർക്ക് ഒക്കെ ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിലെത്തിയത്. പക്ഷെ ഞാൻ ഇപ്പൊ ആരെങ്കിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും എവിടെയെങ്കിലും പോവാൻ, ഒന്നും ശരിയായിട്ടില്ല എന്ന് വിചാരിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാണ്, നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു വാതില് എന്താ പറയാ, എവിടെയെങ്കിലൊക്കെ ഒരു വാതില് തുറക്കാനുണ്ടാവും.
അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലൊക്കെ വഴി നോക്കിക്കൊണ്ടേയിരിക്കുക. നമുക്കായിട്ട് എന്തായാലും നമ്മള് പോവാനായിട്ട് വിധിച്ചിട്ടുണ്ടെങ്കി, ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ പേരിലുണ്ടെങ്കി ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടും. അപ്പോ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസും കൊണ്ടും എന്താ പറയാ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ജോബൊക്കെ നോക്കണ സമയത്ത് ആ ക്ലിനിക്കിന്റെ റിവ്യൂ, ബാക്ക്ഗ്രൗണ്ടും കൂടി എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയുള്ള ക്ലിനിക്കാണ് എന്നുള്ളതെല്ലാം. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും കോൺടാക്റ്റ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അവിടെ ഇന്റർവ്യൂവിന് പോണ സമയത്ത് അവിടെ ആരുടെയെങ്കിലും സ്റ്റാഫിന്റെ കയ്യിന്നോ എന്തെങ്കിലും ഒരു നമ്പർ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് എടുക്കുന്നതും ആ ഇന്റർവ്യൂവിന്റെ ടൈമിൽ തന്നെ നമുക്ക് അവിടെ ആരോടെങ്കിലൊക്കെ ചോദിക്കുന്നതും നല്ലതായിരിക്കും. നമുക്കത് മുമ്പോട്ട് പോവാൻ പറ്റുമെന്നുള്ളതാ. എനിക്ക് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നിരുന്നു ക്ലിനിക്കിൽ വെച്ച്. അപ്പോ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ജോബിന്റെ ഈ നോക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ്, അറബിക് ലാംഗ്വേജ്, ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷനിലാ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാം കുറച്ച് പഠിച്ചു വെക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ജോലി കിട്ടാൻ കുറച്ചും കൂടി സാധ്യതയുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓരോ കാര്യങ്ങളായിട്ട് എന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ദുബായ് ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.